ഹൗ ഡയഗ്നോസിസ് ബിക്കംസ് എ കോഡ്. നമുക്കറിയാം ICD-10 നമ്മുടെ ഡയഗ്നോസിസിനെ, സിംറ്റംസിനെ, ഇഞ്ചുറീസിനെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ യൂണിഫൈഡ് ആയിട്ടുള്ള കോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ICD-10 കോഡ്സ് ആക്കുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിലെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ ഒരു ഡോക്ടർ വിസിറ്റിൽ ഒരു പേഷ്യന്റ് ഡയഗ്നോസിസിനെ ഒരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പേഷ്യന്റ് നമ്മുടെ ഡോക്ടറിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ സെറ്റിംഗിൽ കടന്നു വരുമ്പോൾ the patient might be having different signs and symptoms. അതിന്റെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ തന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ഹിസ്റ്ററി ടേക്കിംഗ്, ഇവയൊക്കെ ചെയ്തതിനു ശേഷം ഡോക്ടർ ഒരു ഡയഗ്നോസിസ് അസൈൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഇസ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് ഡോക്ടറിന്റെ EMR അല്ലെങ്കിൽ EHR മെൻഷൻ ചെയ്യുന്നു. ഈ ഡോക്യുമെന്റേഷൻ റിവ്യൂ ചെയ്യുന്ന മെഡിക്കൽ കോഡ് പേഷ്യന്റിന് ഡോക്ടർ എഴുതിയിരിക്കുന്ന ഇനീഷ്യൽ ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ഫൈനൽ ഡയഗ്നോസിസ്, എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്, അതുപോലെ തന്നെ പേഷ്യന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേഷ്യന്റെ ചാർട്ട് ചെക്ക് ചെയ്തതിനു ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോഡ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡയബറ്റീസിന് നമുക്ക് ഈ 11.9 എന്നുള്ള ഒരു കോഡ് ഉണ്ട്, അത് അസൈൻ ചെയ്ത് കൊടുക്കാം. സോ ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ, ദ സിംറ്റംസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണോ, വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ആണോ, ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് എ പ്രഗ്നന്റ് പേഷ്യന്റ്, അതുപോലെ തന്നെ നേരത്തെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായിട്ട് ഇതൊരു സബ്സിക്വന്റ് വിസിറ്റ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോഡ് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ സിംറ്റംസിനെ ഒരു കോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്.